ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മച്ചീൻ്റെ സ്പെഷ്യൽ വറ്റ മീൻ തേങ്ങ അരച്ച് വെച്ചു. ആദ്യം എന്താ വെച്ചേ? ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല അടിപൊളി വറ്റ തേങ്ങ അരച്ച് വെക്കുന്നതാണ് കേട്ടെന്ന്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടമ്മ ആദ്യം മസാല ഇടുന്ന ആദ്യം ലേശം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. ആദ്യം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു കേട്ടോ. ഉലുവ പൊട്ടണമ്മ. നമ്മളെ ഉലുവ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, തക്കാളി ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിടും. ഒന്നും കൂടി ഇളക്കി കൊടുക്കും. ശേഷം ഉമ്മച്ചി ഫുള്ള് പ്ലാസ്റ്റിക് ഒക്കെ അമ്മച്ചി ഒഴിവാക്കിയിട്ട് മസാല എല്ലാം ഇട്ട് വെക്കുന്ന ഫുള്ള് സ്റ്റീൽ പാത്രമല്ല അത്. പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി കുറച്ച് ഇവിടെ മുളക് തോന്നുന്നില്ല. നമ്മുടെ മുളക് കുറവേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ഇട്ടു. കുറച്ച് കാശ്മീരി മുളക് പൊടി. പിന്നെ എന്തൊരു കളറ്? ചുമപ്പല്ലല്ലോ. എൻ്റെ സാറേ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് വെള്ളം. അതിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ അതിനൊരു നല്ല അടിപൊളി കളറ് വന്നു. കൊടംപുളി ഇട്ടു. ഇനി മീനിട്ടാം. ഇതാണ് നമ്മളെ നല്ല മീൻ, നല്ല മുറിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ മീൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് മച്ചി സ്പെഷ്യൽ വറ്റ തേങ്ങ അരച്ചത്. അപ്പോൾ തേങ്ങ ഇനി എപ്പോഴാണ് അരച്ച ഇതിലേക്ക് ഒഴിക്കുക? ഇത് വെന്തിട്ട് ഒഴിക്കുക. അപ്പോൾ ഗൈസ് ഇനി തേങ്ങ അരച്ച് കാണിച്ചു തരാം. ഇനി ഒന്നും തിളച്ചിട്ടല്ലമ്മ, തിളച്ചിട്ട തേങ്ങ ഒഴിക്കല്ലേ. നല്ല മണം വരുന്നത്. ഇതാണ് ഒരു വയനാടൻ മോഡൽ കപ്പ തോലൊളിക്കലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഉമ്മമാർ കപ്പ തോലൊളിക്കുന്നത്. ഇതൊന്നും കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ചിലപ്പോൾ. ഇല്ല അമ്മ, ഇതൊന്നും ചിലപ്പോൾ കാണാത്തവരുണ്ടാവും, അടുക്കളയിൽ കയറാത്ത ആൾക്കാരുണ്ടാവും. വരിക, തിന്നുക, പോവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് കണ്ടത്. കപ്പ ഇങ്ങനെയാണ് തോലൊളിക്കുക. കണ്ടോളിയാക്കളെ. എന്നിട്ട് പാത്രത്തിലേക്ക് ഇടുന്നു, പിന്നെയും കപ്പ എടുക്കുന്നു. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലാണ്. ശരിക്കും വയനാട്ടിൽ എൻ്റെ അമ്മച്ചിക്കും പിന്നെ കൊല്ലരുടെ ഉള്ള ഒരു ചാച്ചിക്കും പിന്നെ അരീക്കര അമ്മക്കും ഇവർക്കൊക്കെ അറിയുള്ളത്. 3-4 ആൾക്കാർക്ക് ഇത് തോലൊളിക്കൽ. പക്ഷേങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. കണ്ടോ, ഇങ്ങനെ എടുക്കുക, കപ്പ ഇങ്ങനെ എടുക്കുക, അത് തോലൊളിക്കുക. നമുക്ക് എന്താണ് സിമ്പിൾ. നിങ്ങളാണെങ്കിൽ അത് കൊത്തി മുറിച്ചെന്താ നോമ്പുറക്കുമ്പോഴത്തേന് എന്താ വറ്റ മീൻ കറിയും പൂള പൊയിഞ്ഞു. ആവൂല്ലടാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പൂള മീൻ കറിയും പൂള എന്തെന്നാ മാറിയപ്പോ തോലൊളിക്കല് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായിരുന്നു കൊത്തിയിടുന്ന കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ കൊത്തിയിടുന്നത്. ഒരു കൊടുവള്ളി സ്റ്റൈലാണ്. എൻ്റെ ഉമ്മച്ചി കൊടുവള്ളിക്കാരിയാണ് കേട്ടോ. പുള്ളാവൂരാണ്. പുള്ളാവൂർ സ്റ്റൈലിലാണ് ഇത് കൊത്തിയിടുന്നത്. നേരത്തെ നിങ്ങൾ തോലൊളിച്ച് വയനാടൻ സ്റ്റൈലിൽ. എന്തേത്താണ് വിള അത് മുറിച്ചിട്ടോട് വിള എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നോമ്പുള്ളത് കൊണ്ട് തിന്നാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളവർ പൂള തോലൊളിക്കുക, ഇട്ട് കുറച്ച് മീൻകറിയാണ് പൂളൊക്കെ ശരിക്കും ചേരിയല്ലമ്മ. നല്ല മുളവീറ്റി ഉണ്ടല്ലോ, നല്ല അയില മുളവീറ്റിയൊക്കെ. കുഞ്ഞിപ്പെണ്ണ് അതിൻ്റെ അടുക്കാടുന്ന് ഇറങ്ങി വരുന്നുണ്ട് മക്കളെ. ഒരു മിനിറ്റ് കാണിച്ചത്. കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങി അപ്പച്ചിന്റെ മുറ്റം അങ്ങനെ ചെറാനോ. സുഹൃത്തുക്കളെ, നമ്മൾ വറ്റ മീൻ അടുപ്പത്ത് വെച്ചതിലേക്ക് നമ്മളത് തേങ്ങ, നല്ല ശുദ്ധമായ നമ്മളെ തെങ്ങുമെന്നുള്ള ഇലമ്മ
നമ്മളെ തെങ്ങുമ്പോൾ തേങ്ങ അരച്ചത് നേരെ എടുക്കുന്നു. പിന്നെ മീൻ കറിയിലേക്ക് ഇനി എത്ര ടൈം എടുക്കും വെച്ച് ഇത് റെഡിയാകുമ്പോൾ? അപ്പം ഇനി അത് വെന്തി കഴിഞ്ഞ് ഇനി കഴിക്കുന്നതും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? എൻ്റെ സാറേ എന്താ ഒരു മണം എന്നറിയോ ഗൈസ്? നമ്മളുടെ പൂള പത്തിരി നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ്. നമ്മളാ മീൻ ഉണ്ടല്ലോ തേങ്ങ അരച്ച് വെച്ച ഈ മീനിൻ്റെ പേരെന്തായിരുന്നേ? ഈ മീനിൻ്റെ പേരെന്തായിരുന്നു അമ്മ? വറ്റ. തേങ്ങ അരച്ചത് ഇങ്ങനെ ഈ പൂളം കറിയില്ലേ, ഈ പൂളമ്മലേക്ക് ഇങ്ങനെ വയ്ക്കണം. എൻ്റെ സാറേ ഒരു രക്ഷയില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു പൂളിൻ്റെ കഷ്ണം എടുക്കുക. ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നല്ല മീൻകറി നിങ്ങൾ ദയവായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല പൂളയുണ്ട്, നല്ല പത്തിരിയുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. എന്തെങ്കിലും പണിക്കൊക്കെ പോവുക, നല്ല ഫുഡൊക്കെ കഴിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.